ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശങ്ങളെ നൽകി. 23-ാം സങ്കീർത്തനമാണ് നമുക്ക് വാക്യപ്രതി വാക്യമായി നമ്മളിവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണല്ലോ. 23-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. നമുക്ക് ഈ സങ്കീർത്തനം മനഃപ്പാഠമാണ്. കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കുമെല്ലാം മനഃപ്പാഠമായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 23-ാമത്തെ സങ്കീർത്തനം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് നമ്മളിതിൻ്റെ തലക്കെട്ടിൽ നമ്മൾ കാണുകയാണ്. ഇതിനകത്തെ പ്രമേയമെന്ന് പറയുന്നത് ഇടയനും ആടുകളും എന്നുള്ള ഒരു വലിയ പ്രമേയം നമുക്കിതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ ആത്മീയ അർത്ഥങ്ങളുള്ള വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഇത് ഒരു കവിത മാത്രമല്ല, മറിച്ച് ഇതൊരു നിയമ പ്രഖ്യാപനം കൂടെയാണ് ഈ 23-ാമത്തെ സങ്കീർത്തനം. ദാവീദ് ഇങ്ങനെ പറയുകയാണ് 1-ാമത്തെ വാക്യത്തിൽ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ദാവീദ് ഒരാട്ടിടയനായിരുന്നു എന്ന് നമുക്കറിയാം. ദാവീദ് ആടുകളുമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ തന്നെ താൻ പറയുകയാണ്, ആ ഇടയൻ്റെ കരുതലുകളെക്കുറിച്ച്, ആ ഇടയൻ്റെ ആ കരുതലുകൾ എന്തെല്ലാമാണെന്നൊക്കെ, തൻ്റെ ഉത്തരവാദിത്വം എന്തെല്ലാമാണെന്നൊക്കെ തനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ദാവീദിന്. അപ്പോൾ തന്നെ താൻ പറയുകയാണ്, താൻ ഒരിടയനായിരിക്കുമ്പോൾ തന്നെ തനിക്ക് ഒരിടയനുണ്ട് എന്ന് ഈ വചനം വായിക്കുമ്പോൾ, ഈ സങ്കീർത്തന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താൻ പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. എത്ര പേർക്ക് ഇന്ന് പകലിൽ ഉറപ്പോടെ പറയാൻ കഴിയും, യഹോവ ദൈവം എൻ്റെ ഇടയനാകുന്നു എന്ന്? ഈ പകലിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവം എൻ്റെ ഇടയനാണ്, ഞാൻ അനാഥനായ ഒരുവനല്ല, ഞാൻ കൈവിടപ്പെട്ടു പോയവൻ ഒരുവനല്ല, ഞാൻ മറ്റുള്ള വ്യക്തികളെ പോലുള്ള ഒരു മനുഷ്യനല്ല, ഇന്ന് പകൽ എനിക്കൊരു ഇടയനുണ്ട്. ഒരിടയനുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്തൊന്നിനും കുറവ് വരത്തില്ല, എൻ്റെ ജീവിതത്തിനകത്തൊന്നിനും മുട്ടുവരത്തില്ല. കാരണം എനിക്കൊരു നല്ല ഇടയനുണ്ട്. ഈ സങ്കീർത്തനം ഒരുപക്ഷെ നമുക്ക് കാണാതറിയാം, ഈ സങ്കീർത്തനം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഏതുറക്കത്തിൽ ചോദിച്ചാലും 23-ാം സങ്കീർത്തനം നമ്മൾ ഒരുപക്ഷെ കാണാതെ പറഞ്ഞെന്ന് വരാം. സങ്കീർത്തനം നമുക്കറിയാം, പക്ഷെ ഈ സങ്കീർത്തനത്തിനകത്തെ ഇടയനെ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? സങ്കീർത്തനം അറിയുന്നതിനകത്തല്ല, ഇതിനകത്തെ ഇടയനെ തിരിച്ചറിയുന്നതിനകത്താ കാര്യം. ഹല്ലേലൂയ! ആ ഇടയൻ എനിക്ക് എത്ര നല്ലവനാണ്. ഇടയൻ്റെ പല കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും സമയ ചുരുക്കം മൂലം ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2 ദൃഷ്ടാന്തങ്ങളിൽ ഇതിനകത്ത് ഈ വചനം നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു ദൃഷ്ടാന്തം ഇടയനും ആടുമെന്നുള്ളതാണ്. മറ്റൊരു ദൃഷ്ടാന്തം അതിഥിയും ആതിഥേയനും എന്നുള്ള ഒരു പ്രമേയം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇടയൻ്റെ പ്രത്യേകതകൾ? ഇടയൻ്റെ പ്രത്യേകതകൾ, അവൻ എന്നെ കിടത്തുന്നു, അവൻ എന്നെ നടത്തുന്നു, അവൻ എന്നെ തണുപ്പിക്കുന്നു, അവൻ എന്നെ ആശ്വസിപ്പിക്കുന്നു, അവൻ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇന്ന് പകൽ ഒരു നല്ല ഇടയൻ നമ്മളെ നടത്തുന്ന ദൈവമാ. ഒരു നല്ല ഇടയൻ നമ്മളെ നടത്തുന്ന ഇടയനാ. ഒരു നല്ല ഇടയൻ നമ്മളെ സ്വസ്ഥത നൽകുന്ന ദൈവമാ. ഒരു നല്ല ഇടയൻ ഹല്ലേലൂയ നമ്മെ ആശ്വസിപ്പിക്കുന്നവനാ. ഒരു നല്ല ഇടയൻ നമ്മളെ തണുപ്പിക്കുന്നവനാ. ഒരു നല്ല ഇടയൻ നമുക്ക് വിരുന്നൊരുക്കുന്നവനാ. ഇതിനകത്തെ ഇടയനെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് അടങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അത്ര നല്ല ശ്രേഷ്ഠകരമായ അനുഭവം തന്നാണ് ദൈവം നമ്മളെ നടത്തുന്നത്. ഇടയൻ്റെ പ്രത്യേകത, അവൻ നമ്മളെ പരിപാലിക്കുന്നവനാണ്. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് അധികം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇടയൻ നമ്മളെ പരിപാലിക്കുന്ന, അത് നല്ല നിലത്തിലേക്ക് നടത്തുന്ന, നല്ല അനുഭവത്തിലേക്ക് നടത്തുന്ന, സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് നടത്തുന്ന ഒരു നല്ല ഇടയനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഇടയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഈ ഇടയൻ നമ്മളെ പരിപാലിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥകളൊക്കെ
തകർന്നു പോയാലും, ലോകത്തിൻ്റെ നമ്മൾ ആശ്രയിക്കുന്നതൊക്കെ തകർന്നു പോയാലും, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ നടത്തുന്ന ഒരു നല്ല ഇടയൻ ഇന്നും നമുക്കുള്ളത് കൊണ്ട്, ആ ശ്രേഷ്ഠനായ ഇടയൻ നമുക്കുള്ളത് കൊണ്ട്, നമ്മളെ തോളിലേറ്റി നടത്തുന്ന ഒരു നല്ല ഇടയൻ നമുക്കുള്ളത് കൊണ്ട്, ആ ഇടയനെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതൊരു ക്ഷീണം വരുമ്പോൾ, ഒരു തളർച്ച വരുമ്പോൾ നമ്മളെ തഴുകി, നമ്മളെ തോളിലേറ്റി, നമ്മളെ വീട്ടിലെത്തിക്കുന്ന ഒരു നല്ല ഇടയനാണ് നമ്മുടെ ഇടയൻ. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ഒരു നല്ല ഇടയൻ, ഒരു ശ്രേഷ്ഠനായ ഇടയൻ. ഹല്ലേലൂയ! ആ നല്ല ഇടയൻ നമ്മളെ എത്രയോ അതിശയകരമായിട്ടാണ് ദൈവം നമ്മളെ നടത്തുന്നത്. അതോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഇടയൻ നമ്മളെ കാക്കുന്ന ദൈവമാണ്. ഇടയൻ നമ്മളെ കാക്കുന്നു. 4-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. കൂരിരുൾ താഴ്വര എന്ന് മറ്റൊരു ഭാഗം പറയുന്നു. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. എന്നാൽ മരണത്തിനപ്പുറത്ത് എന്നെ നടത്താൻ കഴിയുന്ന ഒരു നല്ല ഇടയൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അല്ല, മരണത്തെ ജയിച്ചവനായ ഒരു നല്ല ഇടയൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഭയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. താഴ്വരയിൽ അനർത്ഥമുണ്ട്, താഴ്വരയിൽ മരണമുണ്ട്. എന്നാൽ ആ അനർത്ഥത്തെയും ആ മരണത്തെയും ഞാൻ ഭയപ്പെടത്തില്ല. താഴ്വരയിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ പറ്റുന്നുണ്ട്. ആ മരണത്തെ അല്ല ഞാൻ ആസ്വദിക്കുന്നത്, താഴ്വരയുടെ അനുഭവത്തെ അല്ല ഞാൻ ആസ്വദിക്കുന്നത്, ഈ താഴ്വരയ്ക്കകത്തും ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നമ്മളിങ്ങനെയാ വായിച്ചേ: കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. മരണ നിഴലിൻ താഴ്വര, അത് വെറും നിഴല. ആ നിഴലിനെ അല്ല ഞാൻ ഭയപ്പെടുന്നത്, ആ നിഴലിനോട് കൂടെ എന്നോട് കൂടെയുള്ള ആ ശ്രേഷ്ഠനായ ഇടയൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഭയപ്പെടത്തില്ല. മൂന്നാമത്തെ കാര്യം, ഇടയൻ എന്നെ ഉയർത്തുന്നവൻ. 5-ാം വാക്യം: എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. മറ്റൊരു ഭാഗം പറയുന്നു, ഹല്ലേലൂയ, ശത്രുക്കൾ കാണെ എനിക്ക് വിരുന്നൊരുക്കുന്നു. എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവമുണ്ട്. അതാ പറഞ്ഞ അതിഥിയും ആതിഥേയനും. ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ, ഒരു അതിഥി വീട്ടിൽ വന്നാൽ അവനെ നമ്മൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, എങ്ങനെയാണോ അവനെ നടത്തുന്നത്, എത്ര ശ്രേഷ്ഠകരമായ അനുഭവത്തിലൂടെയാണോ അവനെ നടത്തുന്നത്, അത്രകരമായ ശ്രേഷ്ഠകരമായ അനുഭവത്തിലൂടെ നമ്മളെ നടത്തുന്ന ഒരു നല്ല ദൈവം എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു, കാട്ടിൽ ഹല്ലേലൂയ ഒരു പ്രത്യേകതരം കൃമികളുണ്ട്. ആ കൃമികൾ ആടിന്റെ തലയിൽ കടന്നിട്ട് അതിന്റെ തലയോട്ടി തുരന്ന് ആട് മരണത്തിലേക്ക് പോകും. എന്നാൽ ഇടയൻ ചെയ്യുന്ന കാര്യം, ഒരു പ്രത്യേകതരം എണ്ണ, ഒരു ഓയിൽ അവൻ അത് ക്രമീകരിച്ച് രാവിലെ കൂട്ടിൽ നിന്ന് ആടിനെ അഴിച്ചുവിടുന്ന സമയത്ത് കൂടിന്റെ വാതിക്കൽ വന്നിട്ട് ഈ ഇടയൻ ഈ തൈലം അല്ലെങ്കിൽ ഈ എണ്ണ ഈ ആടിന്റെ തലയിൽ പൂശി വിടാറുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ തൈലം തലയിൽ പൂശി വിടുന്ന ഇതിന്റെ സ്മെല്ല് നിമിത്തം ഒരു കൃമിയും അതിനെ ആക്രമിക്കത്തില്ല. ഇന്ന് പകൽ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ശത്രുക്കളിൽ നിന്ന് നിന്നെ മറയ്ക്കുന്ന ഒരു ദൈവമാണ്. അതാണ് പറഞ്ഞത്, അവൻ ഏറ്റവും ശ്രേഷ്ഠനായ ഇടയനാണ്, അവൻ നല്ല ഇടയനാണ്, അവൻ നമ്മളെ വിടുവിക്കുന്ന ഇടയനാണ്, അവൻ നമ്മളെ നടത്തുന്ന ഇടയനാണ്, അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ഇടയനാണ്, അവൻ നമ്മളെ കരുതുന്ന ഇടയനാണ്. ആ നല്ല ഇടയനെ ഇന്ന് പകൽ രുചിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതാ ഞാൻ പറഞ്ഞത്, ഈ സങ്കീർത്തനം നമ്മൾ അറിയുന്നതിനേക്കാൾ അപ്പുറമായി ഈ സങ്കീർത്തനത്തിനകത്തുള്ള നല്ല ഇടയനെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ആ ദൈവത്തെ, ആ നല്ല ഇടയനെ ചേർന്ന് പാടി കരമടിച്ച് നമ്മുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം.